ഈ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവർ തുടർച്ചയായി സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ് നടൻ ബിനീഷ് ബാസ്റ്റിൻ. ഓരോ തെരഞ്ഞെടുപ്പിലും ഭാര്യയും ഭർത്താവും ഇങ്ങനെ പലയിടങ്ങളിലും മാറി മാറി സ്ഥാനാർത്ഥിയാകുന്നുവെന്ന പരാതിയും ബിനീഷ് ന്യൂസ് മലയാളത്തോട് പങ്കുവച്ചു. സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഇത്തരക്കാർ പാർട്ടി മാറുന്നത് പതിവെന്നും ബിനീഷിന് പരാതി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബിനീഷ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ഒരു ഡിവിഷനിൽ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഒരു ഡിവിഷനിൽ തുടർച്ചയായി ഒരാൾ തന്നെ സ്ഥാനാർത്ഥിയാകുക, അല്ലെങ്കിൽ അയാളോ അയാളുടെ ഭാര്യയോ സ്ഥാനാർത്ഥിയാകുക, ഒരേ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ സ്ഥാനാർത്ഥിയാകുക, ഇതിനെതിരെയൊക്കെ കടുത്ത എതിർപ്പാണ് ബിനീഷിനുള്ളത്. ഞങ്ങളുടെ വാർഡിൽ 10-30 വർഷമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ വാർഡായി കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ വീട്ടിലെ ഭാര്യനെ പിടിച്ചു നിർത്തും. ഏറ്റവും വലിയ രസം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ച് ചുക്കും അറിയാൻ പാടില്ലായിരുന്നു. ശരിക്കും ഒരു ഡമ്മിനെ പോലെ പിടിച്ച് നിർത്തലാണ് എൻ്റെ പരിപാടി. ആദ്യ കാലഘട്ടത്തിൽ ഈ പുള്ളിക്കാരൻ കോൺഗ്രസ്സായിരുന്നു. കോൺഗ്രസ്സിൽ നിന്നിട്ട് ജയിച്ചു പുള്ളി. പിന്നെ എന്തോ കാരണത്തിൽ കോൺഗ്രസ് നിർത്താതെ വന്നപ്പോൾ ആ പാർട്ടി ഇദ്ദേഹം പ്രകാശൻ വികസനങ്ങൾ നടത്തിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് ഇലക്ഷൻ പ്രചരണം കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. പിന്നീട് ഈ പാർട്ടി തന്നെ ഈ പറഞ്ഞ ഈ പ്രകാശന LDFിലേക്ക് എടുത്ത് ഇപ്പം ജന്മിമാരെ പോലെയാണ്. ഞങ്ങൾ ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം അടിമകളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവർക്ക് മാത്രം സ്ഥാനമാനങ്ങളുള്ള എനിക്ക് ഇതൊക്കെ കാണാൻ നേരത്തെ എൻ്റെ പാർട്ടിനോട് തന്നെ എനിക്കൊരു വെറുപ്പ് തോന്നുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നല്ലൊരു പ്രസ്ഥാനമാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ പ്രാവശ്യം ഞങ്ങൾ വാർഡ് ഇത്തിരി കൂടി വലുതാക്കി, എണ്ണം കൂട്ടി. എന്നിട്ട് അയാൾ കാണിച്ച പരിപാടി എന്താണെന്നറിയാമോ? അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിൻ്റെ വൈഫും LDFനാണ്, രണ്ടുപേരും LDFനാണ് ഇരിക്കുന്നത്. ഇവരൊക്കെ ഒഴിഞ്ഞു കൊടുത്തിട്ട് നമ്മൾ നാട്ടിൽ കുറേ യുവാക്കളും നല്ല ചുണയുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വരുമ്പോൾ ഈ പറഞ്ഞ ആൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ട്, ഭാര്യയ്ക്ക് നിന്നേക്കണം. ഇദ്ദേഹമായിരിക്കും ഇതൊക്കെ ഭാര്യനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കണം. ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന പിണറായി വിജയൻ സഹാവ് മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ സഹാവിന് പകരം വൈഫ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ബിനീഷ് പറയുന്നത് ഒരേ കുടുംബത്തിൽ നിന്ന് തന്നെ തുടർച്ചയായി സ്ഥാനാർത്ഥികൾ വരുന്നു, അത് തെറ്റായ നടപടിയാണ്. ഈ സമൂഹത്തിലേക്ക് ഉയർന്നു വരേണ്ട താരങ്ങളുണ്ട്, അവരെ കൊണ്ടുവരുന്നതിന് പകരം ഒരേ ആളുകൾ തന്നെ സ്ഥാനാർത്ഥികളായി മാറുന്നു എന്നുള്ളതിനെതിരെയുള്ള പ്രതിഷേധമാണ് ബിനീഷ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്.